ഹലോ, ആക്ച്വലി ഇന്ന് ഞാൻ ടെക്നോ പാർക്കിൽ RRD എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പം അവിടെ നമുക്ക് RNR എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ടീമിനുള്ളിൽ നടത്തുന്നൊരു പരിപാടിയാണ്. അപ്പം എൻ്റെ ഇതിപ്പോൾ ആക്ച്വലി രണ്ടാമത്തെ ടീമാണ്. അപ്പം ആ ടീമിനകത്ത് ഇങ്ങനെ RNR നടത്തുകയാണ്. അപ്പം അതിൻ്റെ പ്രാക്ടീസും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ചേട്ടാ പറ. ഞാൻ ഈ ടീമിൽ ഒന്നാമതുള്ളതല്ല, ഇവര് RNR പിന്നെ ഇവരുണ്ടുള്ളതുകൊണ്ട് ഞാനും പിന്നെ കൂടെ പോകുന്നതേ ഉള്ളൂ. ഞാനും ആര്യ ആക്ച്വലി ഒരു ടീമാണ്. നേരത്തെ ഞാൻ വേറൊരു ടീമായിരുന്നു, ഇപ്പം നമ്മൾ ഒരു ടീമാണ്. സോ RNR എന്ന് പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രൊഡക്ഷൻ അടിക്കുന്നവരും അതുപോലെ തന്നെ ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും അവാർഡ് കൊടുക്കും ടീമിനകത്ത് തന്നെ. അല്ലാതെ ഹോൾ ടീം മൊത്തത്തിൽ RRD നടത്തുന്നതുണ്ട്, അതല്ലാതെ നടത്തുന്നതാണ്. അപ്പം ഓരോ ടീം, അപ്പോൾ അതായത് ഇപ്പം എൻ്റെ ടീമിനകത്ത് 5 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്, 5 മാനേജേഴ്സിൻ്റെ കീഴിലായിട്ട്. അപ്പം അതിലൊരു മാനേജറിൻ്റെ പരിപാടിയാണ്. അപ്പം ജസ്റ്റ് അവിടെ പ്രൊഡക്ഷനും ക്വാളിറ്റിയൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അവാർഡ്സൊക്കെ കൊടുക്കും. പിന്നെ കുറച്ച് പ്രോഗ്രാമൊക്കെ അതിനകത്ത് വെക്കും. സോ ഇതെൻ്റെ ടീമിലെ കുറച്ച് പിള്ളേരാണ്. കുറച്ച് പേരൊക്കെ ഇതാ പുറകെ വരണുണ്ട്. ഇവിടെ പ്രാക്ടീസ് തകർപ്പനായിട്ട് നടക്കുകയാണ്, എന്താവോന്ന് അറിയില്ല. നന്നായിട്ട് കളിച്ചോ വെറുതെ ഇത് ട്രയൽ നോക്കാൻ വേണ്ടി. എല്ലാരും ഒരേ ലെവലിൽ ആയേ. നമ്മൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. തളർന്നു പോയി, വളരെ ക്ഷീണിച്ചു. ഞാൻ ഒന്നിനും ഉൾപ്പെട്ടിട്ടില്ല, എന്നാലും വീഡിയോ എടുത്ത ഞാനായിരുന്നു. ജിതിൻ ചേട്ടനാണ് നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ക്യാമറമാൻ. ഒരു കൈയടിച്ചോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആക്ച്വലി നമ്മൾ പണിയെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഇന്ന് പണി മുടക്കി. അപ്പം നമ്മൾ രാവിലെ അല്ല, എനിക്ക് 12:30ക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. രാവിലെ മുതൽ പണിയെടുത്തിരിക്കുകയാണ്. നമ്മളിതാ വെറുതെ നിൽക്കുകയാണ്. ഇത് ടെക്നോ പാർക്കിൽ ആംഫി തിയേറ്റർ എന്ന് പറയും, എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ പരിപാടികളും നടക്കുന്നതൊക്കെ. അങ്ങനെ ആക്ച്വലി വ്ളോഗ് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം കിട്ടിയതൊക്കെ വെച്ച് ഞാൻ ചെറിയൊരു ഇവിടെ പ്രാക്ടീസ് തകർപ്പനായിട്ട് നടക്കുകയാണ്, എന്താവോന്ന് അറിയില്ല. നടക്കുന്നുണ്ട് നന്നായിട്ട്. എന്തോ ചെയ്താ നീ എന്തിനാ ചിരിക്കുന്നേ? പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.